കുട്ടികളുടെ കൂർക്കം വലി നോർമലാണോ? നമ്മൾ പാരൻസ് പലപ്പോഴും കുട്ടികളെ കൂർക്കം വലിക്കുന്നത് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള കാര്യമായിട്ട് കണ്ട് അത് അങ്ങനെ അങ്ങ് വിടും. ശരിയാണ്, വല്ലപ്പോഴും ഒക്കെ കുഞ്ഞുങ്ങൾ തളർന്നുറങ്ങുമ്പോൾ കൂർക്കം വലിക്കുന്നത് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ എന്നും നമ്മൾ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വായ തുറന്നുറങ്ങുക, കൂർക്കം വലിക്കുക, അങ്ങനെ അതിനോടൊപ്പം ഇടയ്ക്കിടെ കഫക്കെട്ട് വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. അത് പലപ്പോഴും നമ്മൾ അഡിനോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മൂക്കിന്റെ പുറകിലുള്ള ഒരു ഗ്രന്ഥി ഉണ്ട്, അതിന്റെ വലുപ്പ് കൂടുതൽ കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഈ അഡിനോയിഡ് ടോൺസിൽ എന്നൊക്കെ പറയുന്നത്. നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാ. ഒരു 3 വയസ്സ് വരെ അത് പ്രതിരോധ ശേഷി തരുന്ന സാധനമാണ്. അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് ചുങ്ങി ഒരു 13-14 വയസ്സാകുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി പോകും. എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും അഡിനോയിഡ്സ് ഉണ്ടാവും. പക്ഷെ അതിന്റെ വലിപ്പമാണ് പ്രധാനം എന്ന് പറയുന്നത്. ഒരു 50% അതിൽ കൂടുതലോ ശ്വാസം പോകുന്ന വഴിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അഡിനോയിഡ്സ് വരുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കൂർക്കം വലി വരിക, അവർ വായ തുറന്നുറങ്ങുക, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരിക. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു 4 തൊട്ട് 6 തവണയൊക്കെ വരുന്നതാ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്കുള്ള കഫക്കെട്ട് എന്ന് പറയുന്നത്. അങ്ങനെ വരിക, അവർക്ക് പല്ല് പൊന്തുക, പല്ല് നിര തെറ്റി വരിക, ഇടയ്ക്കിടയ്ക്ക് ചെവിക്ക് ഇൻഫെക്ഷൻ വരിക, ചിലപ്പോൾ ചെവിക്ക് അടപ്പ് പോലെ വരിക. ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവുന്നത് ഈ അഡിനോയിഡ്സിന്റെ ലക്ഷണമായിട്ടാണ് വരുന്നത്.